പ്രശസ്ത നാടകാചാര്യനും സാഹിത്യകാരനുമായ ഓംചേരി എൻ പിള്ള അന്തരിച്ചു. 101 വയസ്സിലാണ് അന്ത്യം. ദില്ലി സെയിന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിലിരിക്കെയാണ് മരണമുണ്ടായത്. ആകസ്മികം എന്ന പുസ്തകത്തിന് 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ കേരളശ്രീ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. PR സുനിൽ ഡൽഹിയിൽ നിന്ന്. സുനിൽ, 101 വയസ്സിലാണ് ഓംചേരിയുടെ മരണമുണ്ടായിരിക്കുന്നത്. 2020 തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്തെ അവസാന കാലങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ നമുക്ക് എങ്ങനെ അനുസ്മരിക്കാം? ഈ മരണം ഡൽഹിയിലാണ് കുറേ കാലമായി അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെയായിരുന്നു. ഭാര്യയുടെ മരണം ഈ അടുത്തായിരുന്നു. എന്താണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ, സുനിൽ? സ്മൃതി, മലയാള സാഹിത്യ രംഗത്ത്, നാടകരംഗത്ത് പതിറ്റാണ്ടുകളോളം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് ഓംചേരി എൻ പിള്ള. അദ്ദേഹത്തിൻ്റെ അന്ത്യമാണ് അല്പസമയം മുമ്പ് ദില്ലിയിൽ സംഭവിച്ചിരിക്കുന്നത്. ദില്ലിയിലെ അശോക് വിഹാറിലാണ് അദ്ദേഹം ദീർഘനാളായി താമസിക്കുന്നത്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഏറെ നാൾ. ഇന്ന് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ദില്ലിയിലെ സെൻറ്റ് സ്റ്റീഫൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഏതാണ്ട് 70 വർഷത്തോളം ദില്ലിയിൽ താമസിച്ച ഒരു സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം. 1924 അദ്ദേഹത്തിൻ്റെ ജനനം വൈക്കത്ത്. പിന്നീട് 1951 അദ്ദേഹം ദില്ലിയിലേക്ക് വരുന്നത്. അന്ന് ആകാശവാണിയിലെ ജോലിയുമായാണ് അദ്ദേഹം ദില്ലിയിൽ വന്നത്. പിന്നീട് അദ്ദേഹം DAVP മാറി. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ തന്നെ ഈ സെൻസർഷിപ്പ് മേഖലയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ പ്രമുഖമായൊരു വ്യക്തിത്വമായിരുന്നു. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം ദില്ലിയിലെ മലയാള സാഹിത്യത്തിൻ്റെ, കേരളത്തിൻ്റെ മുഖമായി, അംബാസിഡറായി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഓംചേരി എൻ പിള്ള. നിരവധി പുരസ്കാരങ്ങൾ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകത്തിന്, അദ്ദേഹത്തിൻ്റെ നോവലിനൊക്കെ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീല ഓംചേരി അന്തരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ അശോക് വിഹാറിലെ വസതിയിൽ നിന്ന് അധികം പുറത്തേക്ക് വരാറില്ലായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ 100ാം വയസ്സ് ആഘോഷിച്ചുകൊണ്ട് മലയാളികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒത്തുകൂടുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഏതായാലും മലയാളികളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഓംചേരി എൻ പിള്ള എന്ന പേര് കഴിഞ്ഞ എത്രയോ കാലമായി കേൾക്കുന്നതായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തായാലും കേരളത്തിലെ സാംസ്കാരിക രംഗത്തായാലും ദില്ലിയുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവിടെ ഓംചേരി എൻ പിള്ള ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ വ്യക്തിത്വത്തെയാണ് മലയാള സാഹിത്യത്തിന്, കേരളത്തിന്, മലയാളികൾക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരും. സ്മൃതി. ശരി, ഓംചേരിയുടെ മരണം അല്പസമയം മുമ്പാണ് ഉണ്ടായത്. ഡൽഹിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഭാര്യയും അല്പവർഷങ്ങൾക്ക് മുമ്പാണ് ഭാര്യയുടെ മരണം സംഭവിച്ചത്. സംസ്കാരമടക്കമുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം ലഭിക്കും.